discuss about maximum and minimum values on intervals. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ മാക്സിമവും മിനിമവും എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, അതെന്താണെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ വിച്ച് ഈസ് defined on an interval I of real numbers. If capital M is a real number such that f of x less than or equal to capital M for all x in I. Second one, f of x not equal to capital M for at least one x naught in I. Then we call capital M the maximum value of f on I. Similarly, if small letter m is a real number such that first one, f of x greater than or equal to m for all x in I, and f of x1 equal to m for at least one xi in x1 in I. Then we call m the minimum value of f on I. അപ്പോൾ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഫംഗ്ഷനിലെ ഏതൊരു വാല്യൂ എടുത്തു കഴിഞ്ഞാലും ഈ മാക്സിമത്തെക്കാളും ചെറുതായിരിക്കണം. അതുപോലെ ആ മാക്സിമം അവിടെ ആ ഇൻ്റർവെല്ലിൽ ഒക്വർ ചെയ്യാൻ വേണം. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു എക്സ് നോട്ടിന് ആ മാക്സിമം വാല്യൂ ഒക്വർ ചെയ്യുകയും വേണം. അപ്പം അതുപോലെ തന്നെയാണ് മിനിമം. എം എന്ന് പറയുന്ന ആ നമ്പറിനേക്കാളും വലുതായിരിക്കണം ഏതൊരു ഫംഗ്ഷൻ വാല്യൂ എടുത്താലും. അതുപോലെ ഏതെങ്കിലും ഒരു x1ന് ആ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുകയും വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ ആണ് സ്മോൾ ലെറ്റർ എം എന്ന് പറയാം. അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് ഇതിങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് അറിയണമല്ലോ. അപ്പോൾ കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/1 + x². അപ്പോൾ നമ്മളിതിൽ ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചിട്ടാണ് ഞാൻ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അല്ലാതെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, കാരണം ഇത് ഏറ്റവും മാക്സിമം വരുന്നത് എവിടെയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഓൺ ദ ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ -2, ഈ ഇൻ്റർവെല്ലിലാണ് ഇത് കൺസിഡർ ചെയ്തിട്ടുള്ളത്. മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് വരും -1/1 + x² ഹോൾ സ്ക്വയർ ഇൻറ്റു x²ൻ്റെ ഡെറിവേറ്റീവ് 2x. അപ്പോൾ അതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ പോസിറ്റീവ് നെഗറ്റീവ് ആവുന്നത് എപ്പോഴാണ്? എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ, ഇപ്പം ഇത് ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റ് ഏത് വരും? എക്സ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്തത് ഏതെങ്കിലും പോയിന്റിലുണ്ടോ? ഡിഫൈൻഡ് അല്ലാത്തത് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതെല്ലായിടത്തും ഡിഫൈൻഡ് ആണ്. പിന്നെ നമുക്കിത് പോസിറ്റീവ് നെഗറ്റീവ് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഡിനോമിനേറ്റർ എപ്പോഴും എന്താ പോസിറ്റീവാണ്, കാരണം സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. ഇനി ന്യൂമറേറ്ററിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് പോസിറ്റീവും നെഗറ്റീവും വരുന്നത്. അപ്പോൾ എക്സ് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവിന് നെഗറ്റീവ് പോസിറ്റീവ് വരും, അല്ലെ? എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവും വരും. അപ്പോൾ വിച്ച് ഈസ് പോസിറ്റീവ് ആകുന്നപ്പോഴാ ഫോർ എക്സ് ലെസ് ദാൻ 0 and negative for x greater than 0. Hence f is increasing on, ഇവിടെ ഇൻക്രീസിങ് ഇവിടെ ഡിക്രീസിങ് ആണ്. അപ്പോൾ ആ ഇൻ്റർവെൽ -2 തൊട്ട് 2 വരെയുള്ളതേ ഉള്ളൂ. അപ്പോൾ അത്രയും പരിഗണിച്ചാൽ മതി. അപ്പോൾ എഫ് ഈസ് ഇൻക്രീസിങ് ഓൺ, ഇൻക്രീസിങ്ങിനെ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു, ഇൻക്രീസിങ് ഓൺ എക്സ് ലെസ് ദാൻ 0 അല്ലേ? അപ്പം -2 തൊട്ട് 0 വരെയുള്ള പോയിന്റിൽ. ആൻഡ് എഫ് ഈസ് ഡിക്രീസിങ് ഓൺ 0 to 2 അല്ലേ? അപ്പം ഇനി 2-ലുള്ളതും -2-ലും 2-ലൊക്കെ ഉള്ള ഫംഗ്ഷൻ വാല്യൂ ആദ്യം ചെക്ക് ചെയ്യാം. എഫ് ഓഫ് -2 എന്ത് വരും? എഫ് ഓഫ് -2 കൊടുത്തു കഴിഞ്ഞാൽ 1/5 കിട്ടും. അതാണോ എഫ് ഓഫ് 0 ആണോ വലുത് നമുക്ക് നോക്കണം, അല്ലേ? എഫ് ഓഫ് 0 കണ്ടുപിടിക്കണം. അതിനിടയിൽ എഫ് ഓഫ് എക്സ് ഉണ്ട്. അപ്പോൾ ഇൻക്രീസിങ് ആയതുകൊണ്ട്
-2 തൊട്ട് 0 വരെയുള്ളത് ഇൻക്രീസിങ് ആയതുകൊണ്ട് എങ്ങനെ വരും? f of -2 ലെസ് ദാൻ f of x ലെസ് ദാൻ f of 0 എത്ര കിട്ടിയത്? 1 കിട്ടി. ഇനി ഇതുപോലെ f of 0 1 ആണ്, which is greater than f of x which is greater than f of 2. കാരണം അവിടെ ഡിക്രീസിങ് ആണ്, 2 വരെ എത്തുമ്പോഴേക്കും ഡിക്രീസ് ചെയ്ത് പോവാണ്. 2ന്റെ വാല്യൂ f of 2ന്റെ വാല്യൂ 1/5 ആണ് അല്ലേ? ഇപ്പൊ ഇത് ഏത് ഇന്റർവെല്ല? ഇത് -2 തൊട്ട് 0 വരെയുള്ള ഇന്റർവെൽ, ഇത് 0 തൊട്ട് 2 വരെയുള്ള ഇന്റർവെല്ലാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 1/5ൽ നിന്ന് 1ലേക്ക് പോവും, പിന്നെ 1ൽ നിന്ന് 1/5ലേക്ക് പോവും. അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇവിടെ ഫംഗ്ഷന്റെ ഏറ്റവും മാക്സിമം വാല്യൂ വരുന്നത് 1 ആണ്, ഏറ്റവും മിനിമം വാല്യൂ വരുന്നത് എന്താണ്? 1/5 ആണ്. രണ്ടിലും 1/5 തന്നെയാണ്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 1/5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 for -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട വന്നു? ഇവിടെ നമുക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്തൊരു പോയിന്റോ ക്രിട്ടിക്കൽ പോയിന്റോ ഒന്നും നമുക്ക് കിട്ടാഞ്ഞത് കൊണ്ടാണ് എന്ത് കിട്ടിയത്? അപ്പൊ ഇവിടെ x = 0 എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രിട്ടിക്കൽ പോയിന്റ് ആണ് അല്ലെ? x = 0 എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, കാരണം f' of x 0 ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് x = 0. അപ്പൊ ആ x = 0 ചെക്ക് ചെയ്തു, പിന്നെ എൻഡ് പോയിന്റിലെയും ചെക്ക് ചെയ്തു. അങ്ങനെ ചെക്ക് ചെയ്താൽ മതി. അപ്പൊ അവിടുത്തെ ഫംഗ്ഷൻ വാല്യൂസ് ഒന്നെങ്കിൽ മാക്സിമം ആയിരിക്കാം, അല്ലെങ്കിൽ മിനിമം ആയിരിക്കാം. അങ്ങനെ ചെക്ക് ചെയ്താൽ മതി. x = 0 എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, പിന്നെ എൻഡ് പോയിന്റ് -2ഉം 2ഉം. അപ്പൊ ഈ പോയിന്റിലൊക്കെ ഫംഗ്ഷൻ വാല്യൂ കാണാം. അതിൽ ഏറ്റവും വലിയ ഫംഗ്ഷൻ വാല്യൂ ഏതിനാണ് വരുന്നത്? ആ പോയിന്റ് ആണ് മാക്സിമം പോയിന്റ്. അതുപോലെ ഏറ്റവും ചെറുത് ഏതിനാ വരുന്നത്? അതിനെയാണ് മിനിമം പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഫംഗ്ഷന്റെ മിനിമം 1/5, മാക്സിമം 1 ആണ്. ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. സെക്കൻഡ് എക്സാമ്പിൾ, f of x = x² + 1. അപ്പോൾ ഈ ഗ്രാഫിന്റെ മാക്സിമവും മിനിമവും ഒക്കെ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമ്മൾ f' of x കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യാം, അല്ലാതെയും ചെയ്യാം. f' of x എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? f' of x = 2x വരും അല്ലെ? 2x. അപ്പൊ x = 0 എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. f' of x = 0 when x = 0. അപ്പൊ ഇനി x > 0 ആവുമ്പോഴും x <0 ആവുമ്പോഴും ഉള്ള ഫംഗ്ഷന്റെ വാല്യൂ നോക്കണം അല്ലെ? ഡെറിവേറ്റീവിന്റെ വാല്യൂ. ഫോർ x > 0 ആവുമ്പോൾ f എന്ന് പറയുന്നത് എന്താണ്? x > 0 ആകുമ്പോൾ f എന്ന് പറയുന്നത് അല്ലെ, f' of x പോസിറ്റീവ് > 0 തന്നെ വരും അല്ലെ? f' > 0 ആണ്. അതിനർത്ഥം f എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആണ്. ഇനി ഫോർ x <0, f' എന്ന് പറയുന്നത് <0 വരും, f എന്ന് പറയുന്നത് ഡിക്രീസിങ് ആവും. അപ്പോൾ hence the function has a local minimum. കാരണം ഇവിടെ 0ന്റെ ലെഫ്റ്റില് ഇൻക്രീസ് ചെയ്ത് അല്ലെ, ലെഫ്റ്റില് ഡിക്രീസ് ചെയ്ത് റൈറ്റിൽ ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അവിടെ x = 0യിൽ ഒരു ലോക്കൽ മിനിമം ആണ് അവിടെ ഉള്ളത് അല്ലെ? x = 0 എന്ന് പറഞ്ഞ ഇന്റർവെല്ലിൽ ഒരു ലോക്കൽ മിനിമം ആണ് ഉള്ളത്. hence the function has a local minimum at x = 0. ഇനി നമ്മൾ ഇവിടെ ഇന്റർവെൽ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ for the interval -∞ the function has no maximum value and the function attains a minimum at x = 0. അപ്പോൾ the minimum value is f of 0 which is equal to f of 0 എന്താ? 0² + 1. f of 0 1 വരും. In the interval 0∞ the function has neither a maximum nor a minimum. അല്ലെ? ഓപ്പൺ 0∞ മിനിമവും ഇല്ല, മാക്സിമവും ഇല്ല. അപ്പൊ in the interval -1, ഇപ്പൊ ഇത് -∞ to ∞ എടുത്തതുകൊണ്ടാണ് നമുക്ക് വേറൊരു മാക്സിമം കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞത്. ഇപ്പൊ വേറെ ഏതെങ്കിലും ഒരു ഇന്റർവെൽ നിങ്ങൾക്ക് തരുവാണെങ്കിൽ നമുക്ക് അവിടെ മാക്സിമം വേണമെങ്കിൽ കണ്ടുപിടിക്കാം, കാരണം എൻഡ് പോയിന്റിൽ ചെക്ക് ചെയ്യാം.
ഇപ്പം ഇവിടെ ഇൻഫിനിറ്റിയിലും ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമുക്കൊരു മാക്സിമം മിനിമം ഒന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റാത്തത്. ഒരു മിനിമം ഉണ്ട്, ഒരു മാക്സിമം കണ്ടുപിടിക്കാനായിട്ട് പറ്റാത്തത്. ഇപ്പം ഏതെങ്കിലും ഒരു ഇന്റർവെൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാക്സിമവും മിനിമം ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. മാക്സിമം ആണോ മിനിമം ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു ഇന്റർവെൽ എടുക്കുകയാണ്, -4, -2 എന്ന് പറഞ്ഞ ഇന്റർവെൽ. അപ്പൊ ഇവിടുത്തെ x=0 എന്ന് പറയുന്നത് ഇതിനുള്ളിലുണ്ട്. അപ്പൊ അവിടെ ഒരു ലോക്കൽ മിനിമം ഉണ്ട്. ഇനി എന്ത് ചെയ്യാം, -4ലും -2ലും ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിക്കാം. -4ല് f(-4) കണ്ടുപിടിക്കുക. എന്ത് വരും? -4 വരും. f(-4) എന്ന് പറഞ്ഞത് 17ഉം f(-2) എന്ന് പറയുന്നത് എന്ത് വരും? 4 പ്ലസ് f(-2) = 5 വരും. അപ്പൊ ഇവിടെ 17 ഉണ്ട്, 5 ഉണ്ട്, 1 ഉണ്ട്. ഇതിൽ മാക്സിമം ഏതാണ്? 17. അപ്പം -4ല് ഒരു മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നുണ്ട് എന്ന് പറയാം, അല്ലേ? അപ്പൊ മിനിമം വാല്യൂ എന്ന് പറയുന്നത് അവിടെ 0 തന്നെയാണ് മിനിമം വാല്യൂ. അപ്പൊ the maximum value occurs at -4, which is equal to f(-4) = 17 എന്ന് പറയാം. അതുപോലെ മിനിമം വാല്യൂ എന്തായാലും ഇവിടെ 1 തന്നെയാണ് ഉള്ളത്. കാരണം 5 മിനിമം അല്ലല്ലോ, 1നേക്കാളും വലുതാണ്. അപ്പൊ ഇങ്ങനെ ഇന്റർവെൽ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻഡ് പോയിന്റും കൂടെ ചെക്ക് ചെയ്യണം. ഇന്റർവെൽ ഒന്നും തന്നിട്ടില്ലെങ്കിൽ -∞ to ∞ തന്നെ എടുക്കണം. അപ്പൊ അവിടെ നമുക്ക് ഒരു മിനിമം ക്രിട്ടിക്കൽ പോയിന്റ് വെച്ച് മാത്രമേ നമുക്ക് അവിടെ പറയാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ നെക്സ്റ്റ് നമ്മൾ മാക്സിമം മിനിമം തിയറം ആണ് പറയാൻ പോകുന്നത്. ദ മാക്സിമം മിനിമം തിയറം, അതിന് എക്സ്ട്രീം വാല്യൂ തിയറം. Let f be continuous on the closed interval closed ab, then f has both a maximum and a minimum value on closed ab. That is, there are numbers x1 and x2 in closed ab with f of x1 equal to small letter m and f of x2 equal to capital M and m less than or equal to f of x less than or equal to capital M for every x in closed interval ab. അപ്പൊ f എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ f എന്ന് പറയുന്ന ഫംഗ്ഷന് ബോത്ത് മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഒക്കർ ചെയ്യും ഈ ഇന്റർവെല്ലിൽ, ക്ലോസ്ഡ് ഇന്റർവെല്ലിലാണെങ്കിൽ. അപ്പൊ എന്ന് വെച്ചാല് x1 എന്ന് പറഞ്ഞ പോയിന്റിൽ മിനിമം ആണ്, അതുപോലെ x2 എന്ന് പറഞ്ഞ പോയിന്റിൽ മാക്സിമം ആണെങ്കിൽ ഈ മിനിമം എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം വാല്യൂ ആയിരിക്കും ഫോർ ഓൾ x ഇൻ ദിസ് ഇന്റർവെൽ. അപ്പൊ ഇതാണ് മാക്സിമം മിനിമം തിയറം. അപ്പോൾ നമ്മുടെ മാക്സിമവും മിനിമവും എവിടെയൊക്കെ ഒക്കർ ചെയ്യാം? ഇന്റീരിയർ പോയിന്റിൽ ഒക്കർ ചെയ്യാം, അതുപോലെ എൻഡ് പോയിന്റുകളിൽ ഒക്കർ ചെയ്യാം. അപ്പൊ അതിന്റെ ഗ്രാഫ് ഒക്കെ നിങ്ങൾക്ക് 4 ടൈപ്പ് ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. അപ്പൊ മാക്സിമം മിനിമം ഒക്കെ ഇന്റീരിയർ പോയിന്റിലാണെങ്കിൽ നമ്മുടെ ഗ്രാഫ് വരിക എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ ഈ ഫംഗ്ഷന് മാക്സിമം നമ്മുടെ എവിടെയാ വരിക, അല്ലെ? മാക്സിമം എന്ന് പറയുന്നത് ഇവിടെ വരും, അതുപോലെ മിനിമം ഇവിടെയും വരും. എന്ന് വെച്ചാൽ മാക്സിമവും മിനിമവും എവിടെയാണ് ഒക്കർ ചെയ്യുന്നത്? ഇന്റീരിയർ പോയിന്റുകളിലാണ് ഒക്കർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇത് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആണ്, പക്ഷെ ഇവിടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എമ്മും മിനിമം വാല്യൂ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എമ്മും ആണ്. അപ്പോൾ മാക്സിമം ഒക്കർ ചെയ്യുന്നത് ഈ ഒരു ഇന്റീരിയർ പോയിന്റിലാണ്, അതുപോലെ മിനിമം ഒക്കർ ചെയ്യുന്നതും ഒരു ഇന്റീരിയർ പോയിന്റിലാണ്. അതുപോലെ ഇനി അടുത്ത മാക്സിമവും മിനിമവും ഒരു എൻഡ് പോയിന്റിലാണ് ഒക്കർ ചെയ്യുന്നതെങ്കിൽ ഗ്രാഫ് ഏകദേശം ഇങ്ങനെയായിരിക്കും. ഇപ്പൊ ഈ ഒരു ഫംഗ്ഷന്റെ മാക്സിമം എന്ന് പറയുന്നത് ഇതാണ്, അതുപോലെ മിനിമം എന്ന് പറയുന്നത് ഇതാണ്, അല്ലെ? അപ്പൊ ഇത് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആണെങ്കിൽ അപ്പൊ എ എന്ന് പറഞ്ഞ പോയിന്റിൽ മാക്സിമവും ബി എന്ന് പറഞ്ഞ പോയിന്റിൽ മിനിമം ആണ്. അപ്പൊ ഇങ്ങനെ വരാം, നേരെ തിരിച്ചും വരാം. അപ്പൊ എൻഡ് പോയിന്റുകളിലാണ് മാക്സിമം ആൻഡ് മിനിമം, മറ്റ് എൻഡ് പോയിന്റിലാണെങ്കിൽ ഏകദേശം ഇങ്ങനെ വരാം ഫംഗ്ഷൻ. ഇനി മാക്സിമം ഇന്റീരിയറിലും മിനിമം എൻഡ് പോയിന്റിലാണെങ്കിൽ ഫംഗ്ഷൻ എങ്ങനെ വരാം? മാക്സിമം മാത്രമേ ഉണ്ടാവുള്ളൂ,
ഈ മിനിമം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ എൻഡ് പോയിന്റിൽ വരാം, അല്ലേ? ഇപ്പൊ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ക്ലോസ് ഇന്റർവൽ എ ബി ആണെങ്കിൽ മാക്സിമം ഒക്കർ ചെയ്യുന്നത് ഇവിടെയാണ്, മിനിമം ഇതിലേതാ മിനിമം? ഇതാണ് മിനിമം. മിനിമം ഒക്കർ ചെയ്യുന്നത് ഈ എൻഡ് പോയിന്റിലാണ്, അല്ലേ? എൻഡ് പോയിന്റിലാണ് മിനിമം ഒക്കർ ചെയ്യുന്നത്. ഇനി മാക്സിമം ഇന്റീരിയർ പോയിന്റിലും മിനിമം ഇന്റീരിയർ പോയിന്റിലും മാക്സിമം എൻഡ് പോയിന്റിലാണെങ്കിൽ എങ്ങനെ വരും? അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ട് അതിലേക്ക്. അപ്പൊ ഈ ഫംഗ്ഷന്റെ മിനിമം എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്, അല്ലേ? അപ്പൊ മിനിമം ഇന്റീരിയർ പോയിന്റിലാണ് വന്നത്. മിനിമം ഇന്റീരിയർ പോയിന്റിൽ മാക്സിമം ഏതാ വരിക? ഇതാണ് മാക്സിമം വരിക. മാക്സിമം എൻഡ് പോയിന്റിലും വന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ഫംഗ്ഷൻ വരാം. അപ്പോൾ മിനിമവും മാക്സിമം ഒക്കെ ഇന്റീരിയർ പോയിന്റിൽ വരാം, എൻഡ് പോയിന്റിൽ വരാം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡാണ് ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇത് 4 ടൈപ്പ് ഇങ്ങനെയൊക്കെ വരാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ ടെസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് മാക്സിമം മിനിമം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ആണ്. ടു ഫൈൻഡ് ദ മാക്സിമ ആൻഡ് മിനിമ ഫോർ എ ഫംഗ്ഷൻ എഫ് വിച്ച് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവെൽ എ ബി. അപ്പോൾ എഫ് കണ്ടിന്യൂസ് ആണ്, ഈ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണ്, അതുപോലെ ഡിഫറൻഷ്യബിൾ ആണ് ഓപ്പൺ ഇന്റർവെൽ എ ബി എങ്കിൽ നമുക്ക് മാക്സിമവും മിനിമവും കണ്ടുപിടിക്കാം. അപ്പൊ അതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് 1 എന്ന് പറയുന്നതാണ് കുറച്ച് എക്സുകളുടെ കളക്ഷൻ എടുക്കുക. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ക്രിട്ടിക്കൽ പോയിന്റുകളും അതുപോലെ എൻഡ് പോയിന്റുകളെയും കളക്ട് ചെയ്യാം. അതിനെ നമ്മൾ x1 x2 എക്സെട്ര xn ആയിട്ട് എടുക്കുക. ഇപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് ഒരു 3-4 ഉണ്ടെങ്കിൽ x1 x2 x4 വരെ വരും. പിന്നെ എൻഡ് പോയിന്റ് 2 കൂടെ അതിന്റെ കൂട്ടത്തിൽ എടുക്കുക. അതിനുശേഷം അവിടുത്തെ ഫംഗ്ഷൻ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക. കമ്പയർ ദ വാല്യൂസ് എഫ് ഓഫ് x1 എഫ് ഓഫ് x2 എക്സെട്ര എഫ് ഓഫ് xn. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ വാല്യൂസ് കണ്ടുപിടിക്കുക, എന്നിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ മാക്സിമം മിനിമം കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ദ ലാർജസ്റ്റ് വാല്യൂ ഓഫ് ദ എഫ് ഓഫ് xi ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് എഫ് ഓൺ ക്ലോസ് ഇന്റർവെൽ എ ബി. അപ്പോൾ ഇതിൽ കിട്ടുന്നതിൽ ലാർജസ്റ്റ് വാല്യൂവിനെ നമ്മൾ മാക്സിമം വാല്യൂ എന്ന് പറയും, അല്ലേ? അപ്പോൾ the maximum points for f on closed interval ab are those xi for which f of xi equals the maximum value. അപ്പോൾ ഇതിൽ ഏറ്റവും മാക്സിമം ഉള്ളതിനെ മാക്സിമം പോയിന്റ് എന്ന് പറയും. ഇനി മിനിമം എന്ന് പറയുന്നത് എന്താണ്? the smallest of the f of xi is the minimum value of f on closed interval ab. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുതിനെ നമ്മൾ മിനിമം വാല്യൂ എന്ന് പറയും. അപ്പോൾ മിനിമം പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? The minimum points for f on closed interval ab are those xi for which f of xi equals the minimum value. അപ്പോൾ എഫ് ഓഫ് xi ഇതിലെ ഏറ്റവും മിനിമം ഏതാണ് വരുന്നത്? അവിടുത്തെ xi-നെയാണ് നമ്മൾ മിനിമം പോയിന്റ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മിനിമവും മാക്സിമവും കണ്ടുപിടിക്കുന്നത്. നമുക്ക് 2-3 പ്രോബ്ലംസ് ചെയ്യാം. പ്രോബ്ലം ഇതാണ്: ഫൈൻഡ് അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് എഫ് ഓഫ് x ഈക്വൽ ടു 4 - x² ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ -3, 1. അപ്പോൾ ഇവിടെ നമ്മൾ മാക്സിമം മിനിമം കണ്ടുപിടിക്കണം. നമ്മുടെ ഫംഗ്ഷൻ ഒരു പോളിനോമിയൽ ആണ്, അല്ലേ? ബീയിങ് എ പോളിനോമിയൽ ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ എവരിവെയർ ആൻഡ് ഹെൻസ് ഓൺ -3, 1. അപ്പോൾ ഈ ഫംഗ്ഷൻ പോളിനോമിയൽ ആയതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ the only critical point ഇവിടെ ഏതാണ്? x² 4 ആവുന്നത് എന്ന് വെച്ചാൽ അല്ല, എഫ് ഡാഷ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? The only critical points are where f dash of x equal to 0. f dash of x എന്ന് പറയുന്നത് എത്രയാ? -2x equal to 0 implies x equal to 0 ആണ്, അല്ലേ? അപ്പൊ x equal to 0 എന്ന് പറഞ്ഞാൽ ഈ ഇന്റർവെല്ലിൽ ഉണ്ടോ?
ഉണ്ട്. -3, 1 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലുണ്ട്. അപ്പോൾ 0 belongs to open interval -3, 1. Hence, the only critical point of the given function in the given interval is 0. ഇനി ഫംഗ്ഷൻ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക. ക്രിട്ടിക്കൽ പോയിന്റിലും എൻഡ് പോയിന്റുകളിലും ഫംഗ്ഷൻ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക. Now, f of 0 എന്ത് കിട്ടും? 4 കിട്ടും. And f of -3, 4 -3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9. 4 - 9 എന്ന് പറയുമ്പോൾ -5 കിട്ടും. ആൻഡ് f of 1 എൻഡ് പോയിന്റുകളാണ്. 4 - 1 സ്ക്വയർ 3. അപ്പോൾ ഇതിൽ ഏറ്റവും മാക്സിമം ഏതാണ്? 4 ആണ്. അതുപോലെ ഏറ്റവും മിനിമം -5 ആണ്. Therefore, the function has an absolute maximum value 4 at x equal to 0 and an absolute minimum value of -5 at x equal to -3. ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. മാക്സിമം വാല്യൂ 4ഉം അതൊക്കെ ചെയ്യുന്ന പോയിന്റ് അറ്റൈൻസ് അറ്റ് x equal to 0 and minimum value is -5 and it attains at x equal to -3. അപ്പോൾ ഇങ്ങനെയാണ് മാക്സിമവും മിനിമവും കണ്ടുപിടിക്കുന്നത്. ഇനി ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് ദ ഫംഗ്ഷൻ f of t equal to 2 minus mod t on closed interval -1, 3. Then graph the function and identify the points on the graph where absolute extrema occur. അപ്പോൾ അബ്സല്യൂട്ട് എക്സ്ട്രീമ കണ്ടുപിടിക്കണം. ഇതിൻ്റെ എന്ന് വെച്ചാൽ മാക്സിമം മിനിമം വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന പോയിന്റ് ഗ്രാഫ് വരച്ചിട്ട് അതിൽ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ മോഡ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. നമുക്കറിയാം മോഡ് ടി എന്ന് പറയുന്നത് എന്താ? We know that mod t equal to -t if t less than 0, t if t greater than or equal to 0. അപ്പോൾ f of t എന്ന് പറയുന്നത് എന്ത് വരും? 2 minus mod t ആണ്, which is equal to 2 minus എന്ന് പറയുമ്പോൾ 2 plus t if -1 തൊട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ -1 less than t less than 0 അല്ലെ, -1 ഉൾപ്പെടുന്നുണ്ട്. ഇനി 2 minus t if 0 less than or equal to t less than or equal to 3. അപ്പം ഇങ്ങനെ വരും നമ്മുടെ ഫംഗ്ഷൻ. ഇനി എന്ത് ചെയ്യാം? ഓരോ ഇന്റർവെല്ലിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫോർ -1 less than or equal to t less than 0 ആദ്യം ചെക്ക് ചെയ്യാം. ഫോർ -1 less than or equal to t less than 0 നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ് f of t ന്റെ വാല്യൂ. f of t എന്ന് പറയുന്നത് അവിടെ 2 plus t ആണ്. f എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആണ്. f dash of t എന്ന് പറയുന്നത് ഇവിടെ എത്ര വരും? f dash of t എന്ന് പറയുന്നത് ഇവിടെ 1 ആണ് വരിക അല്ലെ. അപ്പോൾ നമുക്ക് അവിടെ ക്രിട്ടിക്കൽ പോയിന്റ് ഒന്നും കിട്ടുന്നില്ല. f dash of t എന്ന് പറയുന്നത് 1 കിട്ടും. ഇനി അടുത്ത ഇന്റർവെല്ലിൽ നോക്കുക. 0 less than t less than or equal to 3 അവിടെ f of t എന്ന് പറയുന്നത് 2 minus t ആണ്. f dash of t എന്ന് പറയുന്നത് എന്ത് കിട്ടും? -1 കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് മോഡ് ടി എന്ന് പറയുന്നത് t equal to 0 ഡിഫറൻഷ്യബിൾ അല്ല. ലെഫ്റ്റിൽ ഡെറിവേറ്റീവ് 1ഉം റൈറ്റിൽ -1ഉം കിട്ടി. അതിനർത്ഥം 0 ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല അല്ലേ. സിൻസ് മോഡ് ടി ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് t equal to 0, f of t is not differentiable at t equal to 0. അപ്പോൾ f of t എന്ന് പറയുന്നത് t equal to 0 ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? t equal to 0 ഡിഫറൻഷ്യബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് അവിടെ പറയാം ക്രിട്ടിക്കൽ പോയിന്റ് ആണ് t equal to 0 എന്നത്. അല്ലാതെ f dash of t equal to 0 എന്ന് പറയുന്നത് പോയിന്റ് ഒന്നും ഇവിടെ ഇല്ല. ഡിഫറൻഷ്യബിൾ അല്ലാത്തത് കൊണ്ട് t equal to 0 എന്നത് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ് അല്ലേ. Now let us evaluate the value of function at the critical point and at the end points. t equal to 0 എന്ന് പറയുന്നത്
ഓൺലി വൺ ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ഇനി എന്ത് ചെയ്യാം, എഫ് ഓഫ് 0 കണ്ടുപിടിക്കുക. 2 മൈനസ് 0 2 വരും. എഫ് ഓഫ് -1 കണ്ടുപിടിക്കുക. 2 മൈനസ് മോഡ് -1 2 മൈനസ് 1 കിട്ടും 1. അടുത്തത് എഫ് ഓഫ് 3 2 മൈനസ് മോഡ് 3 -1. അപ്പൊ ഇതിൽ മാക്സിമം വരുന്നത് എവിടെയാണ്, മിനിമം വരുന്നത് എവിടെയാണ് നമുക്കറിയാലോ. അപ്പൊ മാക്സിമം ഒക്കർ ചെയ്യുന്നത് 2-ലാണ് അല്ലേ, എന്ന് വെച്ചാൽ x = 0 ആവുമ്പോൾ. അതുപോലെ മിനിമം ഇവിടെയാണ് 3-ലാണ്. മിനിമം വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. Therefore the function has an absolute maximum value of 2 at t = 0 and absolute minimum value of -1 at t = 3. പിന്നെ നമുക്ക് ഗ്രാഫ് ഒന്ന് ജസ്റ്റ് സ്കെച്ച് ചെയ്ത് നോക്കാം. അബ്സല്യൂട്ട് മാക്സിമം 2-ലും അബ്സല്യൂട്ട് മിനിമം എന്ന് പറയുന്നത് അല്ല, അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ 2-ഉം മിനിമം വാല്യൂ -1 ആണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. 0 1 2 3 -1 -2. ഇവിടെ -1 1 2. മാക്സിമം എന്ന് പറയുന്നത് 2 ആണ് കേട്ടോ ഇവിടെ അല്ലേ. മാക്സിമം 2 ആയതുകൊണ്ട് ഇതിനപ്പുറത്തോട്ട് ഇനി ഫംഗ്ഷന്റെ ഗ്രാഫ് പോവില്ല. അപ്പോൾ <0 ആകുമ്പോൾ ഫംഗ്ഷന്റെ ഗ്രാഫ് എന്താണ്, എഫ് ഓഫ് ടി എന്ന് പറയുന്നത് 2+t ആണ്. 2+t അല്ലെ. അപ്പൊ ടി എന്ന് പറയുന്ന ഗ്രാഫിന്റെ കൂടെ 2 ആഡ് ചെയ്താൽ മതി. 2+t എന്ന് പറയും. അപ്പൊ -1-ല് ഫംഗ്ഷൻ വാല്യൂ എന്ത് വരും, -1-ല് ഇവിടെ സ്ട്രേറ്റ് ലൈനായി വരിക, മോഡാണല്ലോ വരുന്നത്. -1-ല് 2 - 1 എത്ര വരും, 1 വരും. അപ്പൊ ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം. ഇനി അടുത്തത് 1-ലെ ഫംഗ്ഷൻ വാല്യൂ എത്രയാണ്, 1-ലെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 2 - 1 1 വരും. അടുത്ത 2-ലെ ഫംഗ്ഷൻ വാല്യൂ 2 - 2 0. സ്ട്രേറ്റ് ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇനി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. 3-ലെ ഫംഗ്ഷൻ വാല്യൂ എത്രയാണ് വരിക, 2 - 3 എന്ന് പറയുമ്പോൾ -1 വരും ഇവിടെ. അപ്പൊ 3 - 1 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ അബ്സല്യൂട്ട് മിനിമം. ഇത് അബ്സല്യൂട്ട് മിനിമം. 0 2 എന്ന് പറയുന്നത് അബ്സല്യൂട്ട് മാക്സിമം. ഇത്രയേ ഉള്ളൂ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഗ്രാഫ്. ഇങ്ങനെ ഇത്രയേ ഉള്ളൂ വരയ്ക്കാനായിട്ട്. മാക്സിമം മിനിമം നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട് പറ്റി. അപ്പൊ ഇവിടെ നമുക്ക് ഡിഫറൻഷ്യബിൾ അല്ലാത്ത ആ പോയിന്റ് നമ്മുടെ എന്തായിട്ട് വന്നു, ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് വന്നു. അവിടെയാണ് നമുക്ക് മാക്സിമം കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതും കൂടെ ശ്രദ്ധിക്കണം. f' 0 അല്ല, ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റ് അതേതാണ്, 0 ആണ് അല്ലെ. f' 0 അല്ല, ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റ് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഏതൊരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാലും നമുക്ക് മിനിമം മാക്സിമം കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. അപ്പൊ ഈ ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി. ഇപ്പൊ മുന്നേ പറഞ്ഞ ആ മെത്തേഡ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യം f' കണ്ടുപിടിക്കുക, ക്രിട്ടിക്കൽ പോയിന്റുകൾ കണ്ടുപിടിക്കുക, അതിനുശേഷം ക്രിട്ടിക്കൽ പോയിന്റും എൻഡ് പോയിന്റിലും ഉള്ള ഫംഗ്ഷൻ വാല്യൂസ് കണ്ടുപിടിക്കുക. അതിൽ ഏറ്റവും മാക്സിമം വരുന്നത് മാക്സിമം വാല്യൂവും ഏറ്റവും മിനിമം വരുന്നത് മിനിമം വാല്യൂ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് മാക്സിമം മിനിമം കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മീൻ വാല്യൂ തിയറം അതുപോലെ റോൾസ് തിയറം ഒക്കെ പഠിക്കാം.